ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാജ്യം, ആ രാജ്യത്തെ ചെറിയൊരു പാർട്ടി ആണ് മുസ്ലിം ലീഗ്. ആ പാർട്ടിയാണ് ഈ ഇടപെടലുകളൊക്കെ നടത്തുന്നത്. ഇവിടെയൊന്നും കാണാത്ത ആളുകളെയാണ് നമ്മൾ ബാംഗ്ലൂർ അവിടെ കണ്ടത്. അവിടെയാണ് അതിലെ ഒരു തമാശ. ഈ കെട്ടി ജലീലിനെയോ എ റഹീമിനെയോ ഈ പറയുന്ന കലാപബാധിത പ്രദേശങ്ങളിലോ ബുൾഡോസർ രാജുണ്ടായ സ്ഥലങ്ങളിലോ ആൾക്കൂട്ട കൊലപാതകങ്ങളുണ്ടായ സ്ഥലങ്ങളിലോ നമ്മൾ കണ്ടിട്ടില്ല. സ്നേഹത്തിൻ്റെ കട പൊളിച്ചു എന്നൊക്കെയാണ് ഭയങ്കര ട്രോളായിരുന്നു. സ്നേഹത്തിൻ്റെ കട പൊളിയാൻ പാടില്ല. സ്നേഹത്തിൻ്റെ കട ഫാസിസത്തിനെതിരെ ഇവിടെ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് കുറേ കൂടി ശക്തമായിട്ട് അതിലിടപെടുന്നത്. അതുപോലെ തന്നെ ഗുജറാത്തിലും സംഭവിച്ചത്. ഗുജറാത്തിൽ അങ്ങനെ വീടേ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പണ്ട് മുക്കി എന്നാണ് പറഞ്ഞത്. പിന്നെ വീട് കൊടുത്ത സ്ഥലമായി പ്രശ്നം. അതിൻ്റെ പരിസരം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുസഫർ നഗർ കലാപബാധിതർക്ക് മുസ്ലിം ലീഗ് കൊടുത്ത വീടുകൾ ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് ഒരു റീസെൻ്റായിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ MP അവിടെ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. നമസ്കാരം. ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ ഭയങ്കര ഹോട്ട് ടോപ്പിക്കായൊരു വിഷയമായിരുന്നു ബാംഗ്ലൂരിലെ കർണാടക സർക്കാർ നടത്തിയ ഒരു കുടിയൊഴിപ്പിക്കൽ. ബുൾഡോസർ രാജും പല പേരിട്ടതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കേട്ട പ്രധാന ആക്ഷേപം കോൺഗ്രസ്സുകാരേക്കാൾ അമിതമായി ലീഗുകാർ അതിനെ പോയി ന്യായീകരിക്കുന്നു. ലീഗുകാർക്ക് എന്താണ് പ്രശ്നം, ലീഗുകാരെന്തിനാണ് ഇത്ര അധികം ന്യായീകരിക്കുന്നതെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലീഗുകാർ അതിനെ ഓവറായിട്ട് ന്യായീകരിച്ചോ, എന്താണ് അതിൻ്റെ വസ്തുതകൾ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വിഷയത്തിൽ പരിശോധിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അവിടെ ബാംഗ്ലൂരിലൊരു വിഷയം നടന്നു, പുറലോകം അറിഞ്ഞ ഉടനെ ഇവിടുന്ന് കുറേ ആളുകൾ പെട്ടെന്ന് ബാംഗ്ലൂരിലോട്ട് വണ്ടി കയറുക ചെയ്തത്. അതിൽ KT ജലീലുണ്ട്, അതേപോലെ A റഹീമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക പേരുള്ള ആളുകൾ മാത്രമാണ് പോയിട്ടുള്ളത്. അതിലെന്തെങ്കിലും മുഖ്യമന്ത്രി അടക്കം അതിൽ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തു. പക്ഷേ ഫസ്റ്റൊന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമൊന്നും ഉണ്ടായില്ല. അത് നിരീക്ഷിക്കുകയായിരുന്നു തോന്നുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ. പിന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു സംഘം അവിടെ എത്തിയൊക്കെ ചെയ്ത്. ശരിക്ക് അവിടെ എന്താണ് സംഭവിച്ചത്? മുസ്ലിം ലീഗുകാർ കോൺഗ്രസിനെ ന്യായീകരിച്ച് നിൽക്കുകയാണോ? പണ്ടത്തെ ബാബരിയുടെ കാലത്തെ ഉറപ്പ് വരെ സഖാക്കളെ എടുത്ത് പുറത്തിട്ടൊക്കെ ചെയ്ത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ കർണാടകയിലെ യലഹങ്കയിലാണ് ഈ സംഭവം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബുൾഡോസർ രാജ് എന്ന് പറയുന്ന കൃത്യമായൊരു ഫാസിസ്റ്റ് ടൂൾ, അത് മനുഷ്യത്വമുള്ള ആരും അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതായത് ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ട് യോഗി അധികാരത്തിൽ വന്നതിന് ശേഷം, ഇപ്പോൾ UP യോഗി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നമ്മളിപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ MP ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അദ്ദേഹമാണ് ഇത് കൃത്യമായിട്ട് നാഷണൽ ലെവലിലൊക്കെ അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചെല്ലും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കേസിൽ അകപ്പെട്ടാൽ, കേസിൽ പ്രതിയാക്കി ചേർത്താൽ, ഇത് വെർഡിക്റ്റ് വരുന്നും വേണ്ട, വിധി വരുന്നും വേണ്ട, കേസിൽ അകപ്പെട്ടാൽ ഒരു പ്രതി ചേർക്കും, പിന്നെ പോയി പൊളിക്കുക. സുപ്രീം കോടതി വരെ അതിൽ ഇടപെട്ടു. പക്ഷെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണോ അവിടെ നടന്നിട്ടില്ല? ബുൾഡോസർ രാജ് അതാണ്. അതായത് അതിലേക്കാണ് വരുന്നത്. അതായത് ഇപ്പോൾ UP യോഗി ഇപ്പോൾ 2017 ശേഷമൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ശിക്ഷ നടപ്പിലാക്കുക. അതായത് ഒരു കുറ്റാരോപിതൻ ഉണ്ടാകുമ്പോഴേക്കും അവർക്കറിയാം ഇത് കോടതിയിൽ വിചാരണ ട്രയൽ കഴിഞ്ഞത് വെറുതെ വിടുന്ന അവർക്കറിയാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ അവരാണ് തീരുമാനിക്കുകയാണല്ലേ. അങ്ങനെ ഒരുപാട് പള്ളികൾ പൊളിച്ചു, അതുപോലെ തന്നെ ഒരുപാട് ജനവാസ കേന്ദ്രങ്ങൾ പൊളിച്ചു. വികസനത്തിൻ്റെ പേരിൽ പൊളിച്ചതുണ്ട്, അനധികൃത കയ്യേറ്റമാണെന്ന് പറഞ്ഞ് പൊളിച്ചവരുണ്ട്. പിന്നെ കേസിലകപ്പെടുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി പൊളിക്കുന്നു. ഇത് UP തുടങ്ങിയതാണ്. പിന്നെ ഹരിയാനയിലും പിന്നെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടു. ഇപ്പോൾ മധ്യപ്രദേശിൽ കണ്ടു, പിന്നെ ഡൽഹിയിൽ കണ്ടു, ഉത്തരാഖണ്ഡിൽ കണ്ടു, അങ്ങനെ പലയിടത്തും കണ്ടു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് രീതിയും അവരുടെ മാതൃകയുമാണ്. അതിന് യാതൊരു സംശയമില്ല. മുസ്ലിം ലീഗ് ഒരിക്കലും അതിനെ അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല. ഇപ്പോൾ കർണാടകയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കേട്ട ഉടനെ അതിനെ അപലപിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മുസ്ലിം ലീഗ് നടത്തിയത്. യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അതുപോലെ തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. പിന്നെ നമ്മൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. അതായത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. പ്രത്യേകിച്ചും ഒരു കോൺഗ്രസ് സർക്കാർ, അവിടെയാണ് നമ്മളൊരു പോയിന്റ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു നാട്ടിൽ, ഒരു കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അതിലേക്കുള്ള അന്വേഷണങ്ങളായി.
പ്രത്യേകിച്ചും കേരളത്തിൽ CPMകാർ അതിനെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടത് അനിവാര്യമായിരുന്നു. അവിടെ ഒരു പ്രായോഗികമായ ഇടപെടൽ നടത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ KT ജലീലും റഹീമും ഒക്കെ പോകുന്നു. റഹീമിൻ്റെ സംസാരം ഒരു ട്രോളൊക്കെ ആയിട്ട് മാറി. നമ്മൾ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിലിടപെടുന്നു എന്നുള്ളതാണ്. അവിടുത്തെ CPM, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ അതിലിടപെടുന്നു. ഇതൊക്കെ സത്യത്തിലൊരു പ്രതിപക്ഷ ധർമ്മമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ UPയിലും ആസാമിലൊക്കെ പോയിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഇടപെടുന്നുണ്ട്. ഒരു പ്രതിപക്ഷ ധർമ്മം എന്നുള്ള നിലക്ക്. പക്ഷേ ഈ ഫാഷിസ്റ്റ് ടൂള് അല്ലെങ്കിൽ ഈ കോൺഗ്രസ് സർക്കാർ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ, UPയിലെ അതല്ലെങ്കിൽ ഈ BJP ഭരിക്കുന്ന ഈ സംസ്ഥാനങ്ങളിലെ ഫാഷിസ്റ്റുകൾക്ക് സമാനമാണ് എന്നൊരു നരേഷൻ അത് സൃഷ്ടിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു തെറ്റായ മെസ്സേജാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫാഷിസത്തിന് ബദലായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ മറ്റൊരു മുന്നണി പോരാളിയുമില്ല, കോൺഗ്രസ്സേ ഉള്ളൂ. കോൺഗ്രസ്സിനെ ദുർബലപ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ മറ്റൊരു ഓപ്ഷനും നിലവിലില്ല. സ്നേഹത്തിൻ്റെ കട പൊളിച്ചു എന്നൊക്കെയാണ് ഭയങ്കര ട്രോളായിരുന്നു. സ്നേഹത്തിൻ്റെ കട പൊളിയാൻ പാടില്ല. സ്നേഹത്തിൻ്റെ കട ഫാഷിസത്തിനെതിരെ ഇവിടെ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് കുറേ കൂടി ശക്തമായിട്ട് അതിലിടപെടുന്നത്. അതായത് അവിടെ AIKMCC ആണ് സത്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ആദ്യം നടത്തിയത്. അവരാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുകയും KT ജലീലിനെ ഉൾപ്പെടെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. അവരാണ് അവർക്ക് മെഡിക്കൽ ക്യാമ്പ് വെച്ച് ചികിത്സ കൊടുത്തത്, അവരാണ് അവർക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യം കൊടുത്തത്, അവർക്കുള്ള പാർപ്പിടത്തിനുള്ള സൗകര്യം. അങ്ങനെ അവിടെ പ്രായോഗികമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. ഇവിടെ ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ജനവാസയോഗ്യമല്ലാത്തൊരു പ്രദേശത്ത് ഒരു കയ്യേറ്റം നടക്കുന്നു, വർഷങ്ങളായി നടക്കുന്നൊരു കയ്യേറ്റം. അത് കർണാടക ഉൾപ്പെടെ പല സ്ഥലത്തും, അത് നമ്മളെ ചേരി പ്രദേശങ്ങൾ പല സ്ഥലത്തുണ്ട്. ഞാൻ അവിടെ ഒരുപാട് സ്ലമ്മിൽ ഞാനൊക്കെ പോയിട്ടുണ്ട് അവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ. ചില NGOs ഒക്കെ അവിടെ സ്ട്രീറ്റിലെ ഫുഡൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവിടെയാണ്. ഇങ്ങനത്തെ ഇഷ്ടംപോലെ ചേരികൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ചേരികൾ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അത്രത്തോളം റിലേറ്റബിൾ ആവില്ല എങ്കിൽ കൂടി കേരളത്തിലേക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, പാലത്തിൻ്റെ അടിയിൽ താമസിക്കുന്ന കുറേ ആളുകൾ, അല്ലെങ്കിൽ റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്ക് സമീപം താമസിക്കുന്ന ആളുകൾ, ഇത് പക്ഷേ ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി കൃത്യമായിട്ട് കയ്യേറിയ കുറേ ആളുകൾ. അവിടെ വലിയ വീടുകളൊന്നുമില്ല. ഇപ്പോൾ BJP പൊളിക്കുന്ന ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് കൃത്യമായ രേഖകൾ കയ്യിൽ വെച്ച് വർഷങ്ങളോളം തലമുറകളോളം താമസിച്ച ആളുകളാണ്. അവിടെ പോയിട്ടാണ് ഇത് പൊളിക്കുന്നത്. വലിയ വലിയ വീടുകളൊക്കെ പൊളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഷീറ്റ് മേഞ്ഞ താൽക്കാലിക, അവിടെ താമസിക്കുന്നവർക്ക് തന്നെ അറിയാം ഇത് താൽക്കാലികമാണ്. അപ്പോൾ അവിടെ താൽക്കാലികമായി താമസിക്കുന്ന കുറേ ആളുകൾ, അവരോട് പലതവണ ഒഴിഞ്ഞു പോകാൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. ആ സെറ്റിൽമെൻറ്റ് വളരെ ഗ്രാജ്വലായിട്ട് കൂടിക്കൂടി വന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഒരു കണക്ക് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു സാറ്റലൈറ്റ് മാപ്പ് ഇവർ കാണിക്കുന്നു. അതിൽ വളരെ കൃത്യമായിട്ട് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പിന്നെ ഒരു 2016 ഇപ്പോൾ ഒരു 10 വർഷം എന്ന് പറയുമ്പോൾ 2016. അപ്പോൾ 2016 നമ്മൾ ആ മാപ്പ് കാണുമ്പോൾ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അതിനുശേഷം പിന്നെ കൂടിക്കൂടി വരാം. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് 2021 ഫെബ്രുവരിക്കും 2022 ഒക്ടോബറിനിടയിലാണ്. അപ്പോൾ കൃത്യമായിട്ട് അവരുടെ കയ്യിൽ കണക്കുണ്ട്. പിന്നെ 15 വീടുകൾ ഈ 2025 മെയ് മാസത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ കൃത്യമായി ഒരു ആസൂത്രിതമായൊരു സെറ്റിൽമെൻറ്റ് നടന്നു. ഈ സെറ്റിൽമെൻറ്റ് നടക്കുന്നത് പല തരത്തിലാണ്. അതായത് രേഖകൾ എന്ന് പറയുന്ന നിലക്ക് പലരുടെയും കയ്യിൽ രേഖകളുണ്ട്. പലരും ഈ രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയതുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്യാജരേഖകൾ ഉണ്ടാക്കി പല തട്ടിപ്പും നടത്തുന്ന ആളുകൾ, ഭൂമാഫിയകൾ, അവർ ഈ സ്ഥലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് രേഖ ഉണ്ടാക്കി എന്നിട്ട് അത് മറച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങുന്ന ആളുകൾ സത്യത്തിൽ അതിൽ പെട്ടുപോവാണ്. അപ്പോൾ ഒരു തണുപ്പുള്ള ഒരു ഡിസംബറിൽ ഈ ഒരു ചേരി പ്രദേശം അല്ലെങ്കിൽ ഒരു താമസ കേന്ദ്രം ഒഴിപ്പിക്കുന്നു. ഇതാണ് അവിടുത്തെ മനുഷ്യത്വപരമായ വിഷയം. ഇതിൽ പാളിച്ച പറ്റി, അല്ലെങ്കിൽ ഇത് അബദ്ധം പറ്റിയതാണ്, അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചതിനെ
എന്താണ് അതിന് പരിഹാരം എന്നുള്ളതാണ് പിന്നത്തെ പ്രശ്നം. ഇപ്പോൾ പരിഹാരങ്ങൾ അവിടെ വന്നു, പ്രഖ്യാപിക്കപ്പെട്ടൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള സൈബർ ഹാൻഡിലുകൾ പറയുന്നത് കേരളത്തിലെ CM ഇടപെട്ടപ്പോഴേക്കും, ക്യാപ്റ്റൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേക്കും അവിടെ ഫ്ലാറ്റ് ഒരുങ്ങി, അവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നാണ്. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ പ്രോജക്ട്സ് നേരത്തെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണോ അത് രൂപപ്പെട്ടത്? ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പ്ലാനിൽ വരുത്തിയിട്ടേ ഇങ്ങനൊരു നടപടി പാടുള്ളായിരുന്നു. അതാണ് അതിലൊരു വസ്തുത. പക്ഷെ നടപടിക്ക് ശേഷമാണ് റീഹാബിലിറ്റേഷൻ അവിടെ പ്രഖ്യാപിച്ചത്. ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് മാതൃകാപരമാണ്. അത് ഇപ്പോൾ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള, സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൻ്റെ അനാവശ്യമായ ഇടപെടലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കേരളം ഇടപെട്ടില്ലായിരുന്നുവെങ്കിലും അവിടെ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് അർഹതയുള്ളവരെ പുനരധിവസിപ്പിക്കണമെന്നുള്ളത്. അതിന് കൃത്യമായിട്ട് അവർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ള 11 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റുകളാണ്. അതായത് ഷെഡുകളിൽ കഴിഞ്ഞ ആളുകൾ 11 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റുകളിലേക്ക് മാറുകയാണ്. അതിൽ തന്നെ പിന്നെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ഫ്ലാറ്റുകളാണ് കൊടുക്കുന്നത്. അതായത് ഫ്ലാറ്റിൻ്റെ ഒരു ചിത്രം കാണിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ. ബുൾഡോസർ വെച്ചിട്ടല്ലെങ്കിലും കുടിയൊഴിപ്പിക്കപ്പെട്ട നിരവധി എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. ഇപ്പം മുലമ്പള്ളി ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ VS അച്യുതാനന്ദൻ സർക്കാർ 2008 കേരളം ഭരിക്കുമ്പോഴാണ് മുലമ്പള്ളി ബുൾഡോസർ കൊണ്ട് പോയത് മൂന്നാറിലോട്ടായിരുന്നു തോന്നുന്നത്. അത് ഒരു ഘട്ടം എത്തിയപ്പോൾ നിർത്തേണ്ടി വന്നു. അത് നിർത്തേണ്ടി വന്നു. അത് സമ്പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. അല്ല, അത് ശരിക്കും നടക്കേണ്ട ബുൾഡോസർ രാജായിരുന്നു, അത് നടന്നില്ല. ഇല്ല അതെ. ഇവിടെ ഇപ്പം മുലമ്പള്ളി ഉൾപ്പെടെ കേരളത്തിൽ ഈ 2025 2008 കണക്കാണ് നമ്മൾ പറയുന്നത്. ഈ പുനരധിവാസം പൂർണ്ണമാകാത്ത ഒട്ടേറെ പദ്ധതികളുണ്ട്. ഇപ്പോൾ വല്ലാർപ്പാടം പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ആ കുടിയൊഴിപ്പിക്കൽ നടന്നത്. പക്ഷേ ഇപ്പോഴും പുനരധിവാസം പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ ഇരകളായിട്ടുള്ള കുറേ ആളുകൾ മരിച്ചുപോയി. അതായത് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ട കുറേ ആളുകൾ ഇല്ലാതായിപ്പോയി. അതായത് പുനരധിവാസത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ കേരളത്തിൽ ഒരുപാട് കുടിയൊഴിപ്പിക്കലുകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഈ ഒരു കർണാടക സർക്കാർ ഇപ്പോൾ ചെയ്തത് തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു കാര്യമാണ്. 11 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ അവിടെ മുസ്ലിങ്ങളെ കുടിയൊഴിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ മുസ്ലിങ്ങളല്ലാത്തവരും ധാരാളമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഈ CPM ഒക്കെ അതിനൊരു മുസ്ലിം ഇഷ്യൂവാക്കി മാറ്റാൻ വേണ്ടി അതെ ഗസയൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് ജലീൽ കാണുന്നത് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ ഈ കുടിയൊഴിപ്പിക്കലിൻ്റെ ഹിസ്റ്ററി നമുക്ക് കുറച്ച് ബാക്കോട്ട് പോയാൽ നന്ദിഗ്രാം നമുക്ക് ഓർമ്മയുണ്ട്, എത്ര വർഷമായി എന്നുള്ളത്. CPMൻ്റെ ഒരു അന്ത്യം കുറിച്ച ഒരു സംഗതിയായിരുന്നു അത്. അതിന് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി സംഘമൊക്കെ പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നൊരു ഡോക്യുമെൻ്ററി ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ കേരളത്തിലാകെ അത് പ്രദർശിപ്പിച്ചു. അല്ലാതെ ഈ KT ജലീൽ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഇങ്ങനെ കുടിയൊഴിപ്പിക്കപ്പെട്ട സ്ഥലത്തോ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തോ പോയത് ഞാനെവിടെയും വായിച്ചിട്ടില്ല. അതായത് ഇന്ത്യയിൽ ഒരുപാട് വിക്റ്റിമുകൾ ഉണ്ടായിട്ടുണ്ട്. ഫാഷിസവുമായി വന്ന് ഫാഷിസത്തിൻ്റെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ കലാപങ്ങൾ, ഇവിടങ്ങളിലൊന്നും അത് പറഞ്ഞപ്പോഴാണ് ഗുജറാത്ത് കലാപത്തിൽ ഫണ്ട് ലീഗ് വകമാറ്റി മുക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ആകെ ഇഷ്യൂ ഉണ്ടാക്കിയത്. പിന്നെ ഒരിക്കലുണ്ട് പുള്ളി ഇവിടെ ഒരു ലേഖനം എഴുതുന്നത് ലീഗ് വീടുണ്ടാക്കി കൊടുത്തത് ഒരു ചേരിയിലാണ്, അതിൻ്റെ തൊട്ടടുത്ത മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ലീഗുകാരൊക്കെ മേലോട്ട് നോക്കുന്നത്, അവിടെ വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലേ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ജലീലിൻ്റെ ഓരോ പരിപാടി. അതന്നെ ഇതിപ്പോൾ വയനാട് ചെയ്യുന്നത് പോലെയാണ്. വയനാട് ഒരിക്കലും വീടുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വീടുണ്ടായി. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. അതുപോലെ തന്നെ ഗുജറാത്തിലും സംഭവിച്ചത്. ഗുജറാത്തിൽ അങ്ങനെ വീടേ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഫണ്ട് മുക്കി എന്നാണ് പറഞ്ഞത്. പിന്നെ വീട് കൊടുത്ത സ്ഥലമായി പ്രശ്നം. അതിൻ്റെ പരിസരം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുസഫർ നഗർ കലാപബാധിതർക്ക് മുസ്ലിം ലീഗ് കൊടുത്ത വീടുകൾ ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് ഒരു റീസെൻ്റായിട്ട് മുഹമ്മദ് ബഷീർ MP അവിടെ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ റിനോവേഷൻ പ്രൊജക്റ്റുമായിട്ട് അവർ മുന്നോട്ട് പോകണം. അവിടെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തു പോവാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാജ്യം. ആ രാജ്യത്തെ ചെറിയൊരു പാർട്ടി ആണ് മുസ്ലിം ലീഗ്. ആ പാർട്ടിയാണ് ഈ ഇടപെടലുകളൊക്കെ നടത്തുന്നത്. ഇവിടെയൊന്നും കാണാത്ത ആളുകളെയാണ് നമ്മൾ ബാംഗ്ലൂർ അവിടെ കണ്ടത്. അവിടെയാണ് അതിൽ ഒരു തമാശ എന്നാണ്. KT ജലീലിനെയോ A റഹീമിനെയോ ഈ പറയുന്ന കലാപബാധിത പ്രദേശങ്ങളിലോ ബുൾഡോസർ രാജുണ്ടായ സ്ഥലങ്ങളിലോ
ആൾക്കൂട്ട കൊലപാതകങ്ങളുണ്ടായ സ്ഥലങ്ങളിലോ നമ്മൾ കണ്ടിട്ടില്ല. അതെ അതെ. പിന്നെന്തായിരുന്നു അവരുടെ താല്പര്യം? കർണാടകയിൽ എന്തായിരുന്നു അവരുടെ താല്പര്യം? അത് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കലായിരുന്നു. അത് റിലേറ്റഡ് തന്നെയാണ് നമ്മളെ കത്തുവ കേസൊക്കെ. കത്തുവ കേസിന് അവിടെ കത്തുവ എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നത്? അന്ന് കശ്മീരിലെ ഒരു 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 എൻഡിലാണ് കിടക്കുന്നത്. അതിനു വേണ്ടി നിയമ പോരാട്ടം മുഴുവൻ നടത്തിയത് യൂത്ത് ലീഗും അതിന് അനുബന്ധം. എന്നിട്ട് ഫുൾ ചീത്ത പേര് ലാസ്റ്റ് അവർ ഇതിന് കിട്ടും. ഏത് വിഷയത്തിലാണെങ്കിലും, കത്തുവ കേസാവട്ടെ, പൗരത്വ ഭേദഗതി നിയമമാവട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് വളരെ കൃത്യമായ നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തുവ കേസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് കശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത്, ജമ്മുവിലും കാശ്മീരിലൊന്നും മുസ്ലിം ലീഗില്ല. ഈ അടുത്ത കാലത്തൊന്നും ലീഗിൻ്റെ കമ്മിറ്റിയൊന്നും അവിടെ വരാൻ പോകുന്നില്ല. അവിടെ MP യോ MLA ഇല്ല. ഇനി ഉണ്ടാവാനും ഈ അടുത്ത കാലത്തൊന്നും സാധ്യതയില്ല. അവിടെ പോയിട്ടൊരു വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇടപെടുകയാണ്. അപ്പോൾ ഇവർ മലപ്പുറം പാർട്ടി എന്ന് ആക്ഷേപിക്കുന്ന മുസ്ലിം ലീഗാണത്. അതും കൂടെ ആലോചിക്കണം. അവിടെ പോയിട്ട് ഇടപെടുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ഈ പെൺകുട്ടിയുടെ സഹോദരി, അവരുടെ കല്യാണം നടന്നു. ദർദാന അക്തർ എന്നാണ് അവരുടെ പേര്. ആ കല്യാണത്തിന് ഒരു ചെറിയൊരു 60-70 ആളുകൾ പങ്കെടുത്തൊരു കല്യാണം. ആ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട പുറത്തു നിന്നുള്ള ഏക വ്യക്തികൾ മുസ്ലിം ലീഗുകാരായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായിരുന്നു. ഒന്ന് CK സുബൈറാണ്, അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവാണ്, പിന്നെ നമ്മുടെ വക്കീൽ മുബീൻ ഫാറൂഖിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഇടപെട്ടൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിനെ അവർ വിലമതിക്കുകയാണ്. അതെ അതെ. അവർ ഇപ്പോഴും അതിൻ്റെ അപ്പീൽ വാദം നടക്കുകയാണ് ഹൈക്കോർട്ടിൽ. അപ്പോൾ ഇവർ എന്താണ് ലേഖനങ്ങൾ എഴുതുന്നു, പ്രസംഗിക്കുന്നു, കണ്ണീരൊഴുക്കുന്നു, പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിരിക്കുകയാണ്. ആ പരാതിയൊക്കെ പൊളിഞ്ഞു, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പ്രസംഗിക്കാനും അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതാനൊക്കെ എളുപ്പമാണ്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത് അല്ല. അവർക്ക് നിരന്തരമായ പ്രശ്നം, ലീഗ് എന്തിനെങ്കിലും ഫണ്ട് ചോദിച്ചാൽ ജനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അതെങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ലീഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് ഫണ്ട് ചോദിച്ചു, അത് റെക്കോർഡ് കളക്ഷൻ വന്നു. അതിന് ശേഷം ഇപ്പോൾ വയനാട് ഫണ്ട് കളക്ഷൻ. അതാണ് അവരെ പ്രശ്നം. എന്ത് അഴിമതി ആരോപണം എന്ത് ഉന്നയിച്ചിട്ടും ജനങ്ങൾ അത് മുസ്ലിം ലീഗിനെ ജനം ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ട്രസ്റ്റിനെ പൊളിക്കുക, ആ പൊളിക്കാൻ വേണ്ടി എന്ത് പണിയെടുക്കുക, അതിൻ്റെ ഒരു കോടാലിക്കൈയായിട്ട് KT ജലീൽ പ്രവർത്തിക്കുക. KT ജലീലിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്. മൂപ്പർക്ക് അത് അറിയുമെന്നറിയില്ല. മൂപ്പർക്ക് നിലനിൽക്കണമെങ്കിൽ അത് വേണ്ടി വരും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നണേ. അപ്പോൾ ഈ ബാംഗ്ലൂരിൽ നിന്നല്ല, അങ്ങനെ എവിടെ എന്താണ് സർക്കാരിൻ്റെ അനധികൃത ഇടപെടലുകൾ ഉണ്ടായാലും അത് മുസ്ലിം ലീഗ് ഇരകളുടെ കൂടെ തന്നെ നിൽക്കും എന്നല്ല ഇതിലൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. അതെ, നമ്മളിപ്പോൾ ആവശ്യപ്പെടും ഇപ്പോൾ കോൺഗ്രസിനെ ന്യായീകരിക്കുക എന്നുള്ളതല്ല. അതായത് അതിനൊക്കെ അപ്പുറത്ത് അവിടെ ഇരകളാക്കപ്പെട്ട മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് കുഞ്ഞാലി സാഹിബും തങ്ങളും പറഞ്ഞത്. അത് നേരിട്ട് വിളിച്ച് പറയാം. അവരുടെ പ്രതിനിധികളാണ് അവിടെ പോകുന്നത്. യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കൾ നേരിട്ട് അവിടെ പോവാണ്. അവിടെ പോയിട്ട് ഷോ കാണിച്ച് തിരിച്ചു വരില്ല ചെയ്യുന്നത്. അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടാണ്. അവർ മുഖ്യമന്ത്രിയെ കാണുന്നു, അവർക്ക് മുഖ്യമന്ത്രി വിശദീകരിച്ചു കൊടുക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. അവർ ന്യൂനപക്ഷ കാര്യമന്ത്രി സമീർ അഹമ്മദിനെ കാണുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അവരുടെ പ്രൊജക്റ്റ് ചിത്രസഹിതം അവർക്ക് കൈമാറുന്നു. അപ്പോൾ പ്രായോഗികമായിട്ട് ഇടപെടാണ്. കോൺഗ്രസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ കരിവാരി തേക്കുക എന്നുള്ളതൊക്കെ CPM-നെ സംബന്ധിച്ചുള്ള കേരളത്തിൽ താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോഴും പ്രതീക്ഷയുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ്. അത് CPM-ഉം അതിലെ കക്ഷിയാണ്. അവർ മാറി നിൽക്കുന്ന ടീമല്ല. ഇപ്പോൾ BJP സഖ്യം വിടണമെന്നുള്ള ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. ഒരു ലാഭം ഇല്ല എന്നാണ്. അത് കാലങ്ങളായിട്ട് CPM ചെയ്യുന്നൊരു വിഡ്ഢിത്താണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ബദൽ ഈ നിമിഷം വരെ ഉണ്ടാവാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മതനിരപേക്ഷ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കോൺഗ്രസ് തളരാൻ പാടില്ല, കോൺഗ്രസിന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അത് തിരുത്തണം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗും കോൺഗ്രസിന് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അതിൽ ഇടപെടും, അതിൽ തിരുത്താൻ വേണ്ടി ശ്രമിക്കും. കാരണം നമുക്ക് മുമ്പിൽ മറ്റു പ്രതീക്ഷകളില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കർണാടകത്തിലെ വിഷയത്തിൽ മുസ്ലിം ലീഗ് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.